Exercise 2.3. The first question, which of the following relations are functions? Give reasons. If it is a function, determine its domain and range. മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, കുറച്ച് കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്ന് നമ്മൾ എഴുതണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സിമ്പിൾ വഴിയുണ്ട്. നമ്മൾ വരച്ച് ചെയ്യാണ്ട് തന്നെ എളുപ്പത്തിന് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് തന്നെ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ സെറ്റ്, രണ്ട് സെറ്റ്സ് ഇപ്പം നമുക്കറിയാം. കോർഡിനേറ്റ്സിൽ ആദ്യത്തേതെല്ലാം ഡൊമൈനുകളായിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റുകളെല്ലാം റേഞ്ചുകളായിരിക്കും. അപ്പോൾ ഡൊമൈൻ ആയിട്ട് നമുക്ക് 2, ഈ സെറ്റിലെ ഡൊമൈൻ 5 വരുന്നുണ്ട്, 8, 11, 14, 17 ഇത്രയുമാണ് ഡൊമൈനിൽ വരുന്നത്. റേഞ്ച് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്നത് 1 ഉണ്ട്, എല്ലാം 1 തന്നെയാണ് റേഞ്ച്. അപ്പൊ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 2ഉം 1ഉം, അതായത് 2ൽ നിന്ന് 1ലോട്ടാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. 2ന്റെ ഇമേജ് ആണ് 1. നെക്സ്റ്റ് 5ഉം 1, 5ന്റെ ഇമേജും 1 തന്നെയാണ്. 8ന്റെ ഇമേജും 1 തന്നെയാണ്. 11 1, 11ന്റെ ഇമേജും 1 ആണ്. 14ന്റെ ഇമേജും 1 ആണ്. 17ന്റെ ഇമേജും 1 ആണ്. അതായത് റേഞ്ച് സെറ്റിൽ ആകെ ഒരു എലമെന്റേ ഉള്ളൂ. എല്ലാ ഡൊമൈനിലെ എല്ലാ എലമെന്റ്സിന്റെയും ഇമേജ് ആയിട്ട് വരുന്നത് ആകെ ഒരു നമ്പറേ ഉള്ളൂ. ഇവിടെ നമുക്ക് എടുത്തു പറയാം ഇതൊരു ഫംഗ്ഷൻ ആണ്. കാരണം എല്ലാ എലമെന്റ്സിനും തന്നെ ഒരു ഇമേജ് ഉണ്ട്, ഒന്നിലധികം ഇമേജ് ഒരു എലമെന്റിനും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. വരച്ച് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് എടുത്തു പറയാം. സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 2, ഇവിടെ നമ്മൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ്സ് ആണ്, കോർഡിനേറ്റ്സിലെ ഫസ്റ്റ് എലമെന്റ്സ്. അതിൽ 2 ഒരു പ്രാവശ്യമേ ഉള്ളൂ, വേറെ ഒരിടത്തും 2 ഇല്ല. 5 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 8ഉം ഒരു പ്രാവശ്യമേ ഉള്ളൂ. 11ഉം 14ഉം ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആരും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആകെ ഇതിന് ഇതെല്ലാം ഫംഗ്ഷൻ ആണ്, എല്ലാത്തിനും ഒരു ഇമേജേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ ആയിട്ട് വരിക ആദ്യത്തെ എലമെന്റ്സ് ആയ 2, 5, 8, 11, 14, 17 ഇതൊക്കെയാണ് ഡൊമൈൻ. റേഞ്ച് സെറ്റിൽ വരുന്നത് ആകെ ഒരു എലമെന്റേ ഉള്ളൂ, അത് 1 ആണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ സെറ്റ് ഇങ്ങനെയാണ്. ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പോലെ വരച്ച് ചെയ്യണം എന്നില്ല. വരയ്ക്കാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ എലമെന്റ് ഡൊമൈനിലായിട്ട് വരുന്നത് നമ്മൾ ഡൊമൈൻ എഴുതി നോക്കിയാൽ മതി. അതായത് ഡൊമൈൻ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈനിൽ വരുന്നത് ആദ്യത്തെ എലമെന്റ് 2 ആണ്. 2 ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അതായത് വേറെ ഏതെങ്കിലും സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 2 വരുന്നുണ്ടോ, ഇല്ല. നെക്സ്റ്റ് 1, 4 ഒരിടത്തും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 6 അതായത് ഫസ്റ്റ് പൊസിഷനിൽ വേറെ ഒരിടത്തും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് 6 ആകെ ഒരു പ്രാവശ്യം ഉള്ളൂ, അതായത് 6ന്റെ ഇമേജ് 3 മാത്രമാണ്. ദെൻ 8നും ആകെ ഒരു ഇമേജ് ഉള്ളൂ, 4 വേറെ ഒരിടത്തും 8 ഇല്ല. നെക്സ്റ്റ് 10 5 ആണ്, വേറെ ഒരു ഇമേജ് ഇല്ല 10ന്. നെക്സ്റ്റ് 12നും വേറെ ഇമേജ് ഇല്ല. 14നും വേറെ ഇമേജ് ഇല്ല. അതായത് നമ്മളിപ്പോൾ കണ്ട എല്ലാത്തിനും ഇമേജ് ഉണ്ട്, ഒന്നിലധികം ഇമേജ് ഇല്ല. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ. ഇതാണ് ഡൊമൈൻ, ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് വരിക. അടുത്തത് റേഞ്ച് വരുന്നത് 2ന്റെ ഇമേജ് 1 ആണ്. 1 ഒരു റേഞ്ച് സെറ്റിൽ വരും. 4ന്റെ ഇമേജ് 2, 6ന്റെ ഇമേജ് 3, 8ന്റെ ഇമേജ് 4, 10ന്റെ ഇമേജ് 5, 12ന്റെ ഇമേജ് 6, 14ന്റെ ഇമേജ് 7. അതായത് റേഞ്ചിൽ വരുന്നത് 1 2 3 4 5 6 7ഉം അതുപോലെ ഡൊമൈൻ ആയിട്ട് വരുന്നത് ഇതും. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. 1 3 1 5 ആൻഡ് 2 5 ഇതാണ് തന്നിട്ടുള്ള ഫങ്ഷൻസ്, തന്നിട്ടുള്ള സെറ്റ്. ഇതിൽ ഈ തന്നിട്ടുള്ളത് ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിയേ 1ന്റെ ഇമേജ് 3 ആണ്, എന്നാൽ അടുത്തത് 1ന്റെ ഇമേജ് 5 ആണ്. അതായത് 1ന് 2 ഇമേജ് ഉണ്ട്. 1 ദാ ഇവിടെ 2 പ്രാവശ്യം 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
1-ൽ നിന്ന് 3-ലോട്ടും പോകുന്നുണ്ട്, 1-ൽ നിന്ന് തന്നെ 5-ലോട്ടും പോകുന്നുണ്ട്. 1-ന് 2 ഇമേജ് വന്നു. അടുത്തത് 2 നോക്കിക്കഴിഞ്ഞാൽ 2-ന്റെ ഇമേജ് 5. 2-ന് ആകെ ഒരു ഇമേജേ ഉള്ളൂ. എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, പക്ഷേ 1-ന് 2 ഇമേജ് ഉണ്ട്. സോ ഇതൊരു ഫംഗ്ഷൻ അല്ല. ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഒന്നിലധികം ഇമേജുകൾ ഒരു എലമെന്റിന് വന്നാൽ അത് ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ റേഞ്ചും ഡൊമെയിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻസ്. 2 ഫംഗ്ഷൻസ് ഉണ്ട്. അതില്ല റിയൽ ഫംഗ്ഷൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. റിയൽ ഫംഗ്ഷൻസിൽ ഫസ്റ്റ് വൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് മോഡുലസ് ഓഫ് എക്സ്. റിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ വാല്യൂ കിട്ടുന്നതാണ്. എക്സിന് വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ റിയൽ നമ്പേഴ്സ് കിട്ടും. അതാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൊമെയിനും റേഞ്ചും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ്. അപ്പോൾ നമുക്ക് ഡൊമെയിൻ ആയിട്ട് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ്, കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സ്, 0യും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതിൽ -2, -1, 0, 1, 2 ഇത്രയും നമ്പേഴ്സ് ആണ് ഞാനിപ്പോൾ ഡൊമെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അസ്യൂം ചെയ്യുവാണ്. അതിൽ എക്സിന് ആദ്യം തന്നെ 0 ഇട്ട് കൊടുക്കാം. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് റേഞ്ചിനെ എടുക്കാം. എഫ് ഓഫ് എക്സ് ഇതാണ്. എക്സിന് എന്ത് വാല്യൂസ് കൊടുക്കുന്നോ അത് ഡൊമെയിനും, റേഞ്ചിൽ എന്ത് വാല്യൂസ് വരുന്നുവോ അതാണ് എഫ് ഓഫ് എക്സിൽ എന്ത് വാല്യൂസ് വരുന്നോ അതാണ് റേഞ്ച്. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് എക്സ് ആണ് ഫംഗ്ഷൻ. എക്സിന് പകരം 0 വരും. അപ്പോൾ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് മോഡുലസ് 0. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് ആകുന്നതാണ് മോഡുലസ് ഫംഗ്ഷൻ. 0ക്ക് സൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 0യുടെ മോഡ് 0 തന്നെയാണ്. നെഗറ്റീവ് അപ്ലൈ ചെയ്താലും 0ക്ക് സൈൻ ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. അപ്പൊ എക്സിന് 0 കൊടുത്താൽ എഫ് ഓഫ് എക്സ് കിട്ടുന്നതും 0. 0ൽ നിന്ന് 0യിലോട്ട് മാപ്പ് ചെയ്യുക. 0യുടെ ഇമേജ് ആയിട്ട് 0 തന്നെ വരുന്നു. ഇനി എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് 1 കിട്ടും. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് മോഡുലസ് 1 എന്ന് കിട്ടും. മോഡുലസ് 1 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. പോസിറ്റീവ് നമ്പറിന്റെ മോഡ് എടുത്താൽ ആ നമ്പർ തന്നെ കിട്ടും. അതായത് മോഡുലസ് ഓഫ് 1ൻ്റെത് 1 തന്നെ, ഒരു നെഗറ്റീവ് ഇല്ലേ, അപ്പോൾ നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ -1. അതായത് എക്സിന് പോസിറ്റീവ് 1 കൊടുത്തപ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സിൽ കിട്ടിയ വാല്യൂ -1 ആണ്. 1ൻ്റെ ഇമേജ് -1. ഇനി എക്സിന് 2 ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2 വരും. എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് മോഡുലസ് ഓഫ് 2. ഇതുപോലെ തന്നെ മൈനസ് ഓഫ് 2ൻ്റെ മോഡുലസ് 2 തന്നെ, അപ്പോൾ -2 കിട്ടി. അതായത് 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 2ൻ്റെ ഇമേജ് ആയിട്ട് -2 വന്നു. ഇനി എക്സിന് -1 ഇട്ട് കൊടുക്കാം. -1 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് -1 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് മോഡുലസിൻ്റെ ഉള്ളിൽ എക്സിന് പകരം -1 ഇട്ട് കൊടുക്കുക. ഇവിടെ വരുന്ന വ്യത്യാസം, മോഡുലസിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ ഉത്തരം കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവായി. ഇനി പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്, അതിട്ട് കൊടുക്കുമ്പോൾ പിന്നെയും -1. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ 1ൻ്റെ ഇമേജ് നമുക്ക് -1 കിട്ടി. -1 എക്സിന് കൊടുത്തപ്പോൾ അതിൻ്റെ ഇമേജും -1 തന്നെയാണ്. എക്സിന് ഇനി -2 ഇട്ട് കൊടുത്താൽ എഫ് ഓഫ് -2 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് -2. ആദ്യത്തെ മൈനസിനെ അങ്ങനെ തന്നെ എടുത്തെഴുതി. -2ൻ്റെ മോഡുലസ് +2 ആണ്. അപ്പം -2 കിട്ടി. അതായത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ മോഡുലസ് ഫംഗ്ഷനും സെയിം തന്നെ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 0ക്ക് മാത്രമേ 0 ഇമേജ് ആയിട്ടുള്ളൂ. ബാക്കി എക്സിന് 1 കൊടുത്തപ്പോഴും +1 കൊടുത്തപ്പോഴും -1 കൊടുത്തപ്പോഴും കിട്ടിയത് -1 ആണ്. എക്സിന് +2 കൊടുത്താലും -2 കൊടുത്തപ്പോഴും കിട്ടിയ ഇമേജ് -2 ആണ്. അതായത് എക്സിന് -3 കൊടുത്താലും +3 കൊടുത്താലും ഇമേജ് ആയിട്ട് വരുന്നത് -3 ആണ്. നമ്മൾ ഇനി എന്തോരം ചെയ്ത് നോക്കിയാലും നെഗറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഇമേജ് ആയിട്ട് വരുള്ളൂ. ഇതൊന്ന് റിയൽ നമ്പറിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. റിയൽ നമ്പർ അല്ല, നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ഞാൻ 0യുടെ അങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് എക്സെട്ര, 0യുടെ ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് എക്സെട്ര.
ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 വരുന്നുണ്ട്. ഇനി എക്സിന് +1 കൊടുത്താൽ ഇമേജ് വരുന്നത് -1 ആണ്. എക്സിന് -1 കൊടുത്താലും ഇമേജ് വരുന്നത് -1 ആണ്. എക്സിന് +2 കൊടുത്താലും ഇമേജ് വരുന്നത് -2ലാണ്. എക്സിന് -2 കൊടുത്താലും ഇമേജ് വരുന്നത് -2ലാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും എക്സിന് +3 കൊടുത്താലും -3 കൊടുത്താലും ഇമേജ് വരുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. 4ന്റെ കേസിലോ അപ്പൊ -4 വരും. 5ന്റെ കേസിലോ അപ്പോഴും നെഗറ്റീവ് വരും. അതായത് ഇമേജുകളായിട്ട് 0 തൊട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാർ മാത്രമേ ഇമേജുകളായിട്ട് വരുള്ളൂ. ഇമേജിന്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? റേഞ്ച് സെറ്റിനെയാണ്. ഇമേജുകളുടെ സെറ്റ് റേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൊമെയിനും റേഞ്ചും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് റിയൽ നമ്പേഴ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 0 ഇട്ട് കൊടുത്തു, 0ക്ക് ഒരു ഇമേജ് കിട്ടി. 1 ഇട്ട് കൊടുത്തു, 1നും കിട്ടി ഇമേജ്. 2 ഇട്ട് കൊടുത്തു, 2നും കിട്ടി ഇമേജ്. നെഗറ്റീവ് നമ്പേഴ്സ് ഇട്ട് കൊടുത്തപ്പോൾ അവർക്കും ഇമേജ് ഉണ്ട്. എല്ലാ എലമെന്റ്സിനും എന്ത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അവർക്കൊക്കെ ഇമേജുകളുണ്ട്. അതായത് നമ്മൾ എന്ത് റിയൽ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇമേജ് കിട്ടും. അപ്പൊ ഡൊമെയിൻ ആയിട്ട് നമുക്ക് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് R പറയാം. എല്ലാ റിയൽ നമ്പേഴ്സും ഡൊമെയിൻ ആയിട്ട് വരും. പക്ഷേ റേഞ്ച് ആയിട്ട് വരുന്നത് എന്താണ്? നമ്മൾ എന്ത് റിയൽ നമ്പർ ഇട്ട് കൊടുത്താലും റേഞ്ച് ആയിട്ട് വരുന്ന ആരാ? പോസിറ്റീവ് നമ്പേഴ്സ് ആരും തന്നെ ഇമേജ് വന്നില്ല. 0 വന്നു, 0 തൊട്ടതായി ഇങ്ങോട്ട്, അതായത് 0 ഉണ്ട്. ഇവരെ നമുക്ക് ഇന്റർവെൽ ആയിട്ട് പറയാം. 0 ഉണ്ട്. 0 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് 0 ഇവിടെ എഴുതുക. 0യുടെ ഇടതുവശത്തോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഇങ്ങനെ 1 കൊടുത്താലും നമുക്ക് നെഗറ്റീവ് നമ്പർ, 2 കൊടുത്താലും 3 കൊടുത്താലും 10 കൊടുത്താലും 100 കൊടുത്താലും എന്ത് നമ്പർ കൊടുത്താലും നമുക്ക് നെഗറ്റീവ് നമ്പർ ആണ് ഇമേജ് ആയിട്ട് വരിക. അതായത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി, 0 ക്ലോസ്ഡ് ഇന്റർവെൽ 0, ഓപ്പൺ ഇന്റർവെൽ നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇതാണ് റേഞ്ച് സെറ്റ് വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് f of x is equal to ഫംഗ്ഷൻ. ഇതാണ് 9 റൂട്ടിൻ്റെ ഉള്ളിൽ 9 - x² വരുന്നതാണ് ഫംഗ്ഷൻ. സെയിം മെത്തേഡ് തന്നെ എക്സിന് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സും കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സും 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂസ് ആണ് കിട്ടുക എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് കുറച്ച് വാല്യൂസ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എക്സിന് 0 തൊട്ട് അങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സും കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുക്കുന്ന കേസ് നോക്കാം. എക്സിന് 0 വരുമ്പോൾ f of xന് പകരം f of 0 is equal to root of 9 - 0ന്റെ സ്ക്വയർ 0 തന്നെ. 9 - 0 എന്ന് പറഞ്ഞാൽ √9. 9ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 3 കിട്ടും. 0ന്റെ ഇമേജ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 3. ഞാനിപ്പോൾ ഇതിനൊരു സെറ്റായിട്ട് എഴുതിയാൽ 0ന്റെ ഇമേജ് 3. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നോക്കാം. എക്സിന് -1 ആണ് ഇട്ട് കൊടുത്തപ്പോൾ -1ന്റെ ഇമേജ് നോക്കാം. -1 f of -1 is equal to root of 9 minus -1ന്റെ സ്ക്വയർ +1 ആണ്. അപ്പോൾ മൈനസ് +1, 9 minus 1 √8. -1ന്റെ ഇമേജ് √8 ആണ്. അടുത്തത് എക്സിന് -2 ഇട്ട് കൊടുക്കാം. അപ്പോൾ -2ന്റെ ഇമേജ് വന്നിട്ടുള്ളത് √5. ഇനി -3ന്റെ ഇമേജ് 0. -5ന്റെ ഇമേജ് റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമ്പർ റിയൽ നമ്പർ അല്ല. റിയൽ നമ്പർ അല്ലാതെ കിട്ടിയ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എക്സിന് -5 ഇട്ട് കൊടുത്തപ്പോഴാണ്. അതായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ വാല്യൂസും റിയൽ നമ്പേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇതൊരു റിയൽ നമ്പർ അല്ല. സോ ഈ കേസ് എടുക്കാൻ പാടില്ല. എക്സ് is equal to -5 എന്നുള്ള കേസ് എടുക്കാൻ പാടില്ല. എക്സ് is equal to -4. അപ്പൊ ഈ കേസ് എടുക്കാൻ പാടില്ല. എക്സ് is equal to -4. അപ്പൊ എക്സിന് -4 കൊടുത്തപ്പോഴും നമുക്ക് കിട്ടിയ ഇമേജ് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഇതും ഒരു റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് എക്സ് is equal to -4 എടുക്കാൻ പറ്റില്ല. ഇനി എക്സിന് പകരം -4ഉം പറ്റില്ല, -5ഉം പറ്റില്ല. അതിനേക്കാൾ ചെറിയ -6 കൊടുത്താലും വീണ്ടും ഈ നമ്പേഴ്സ് വലുതാകുകയുള്ളൂ. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരും.
റിയൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് എന്തെടുത്താലും വരുള്ളൂ. അതായത് 0 തൊട്ട് ഇത്രയും കേസുകളെ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി പോസിറ്റീവ് നമ്പേഴ്സിന്റെ കാര്യം നോക്കിയാൽ എക്സിന് +1 ആണ് കൊടുക്കുന്നതെങ്കിൽ f(1) is equal to √9 - 1 square 1 തന്നെ. അപ്പോൾ √8 കിട്ടി. അതായത് +1 എക്സിന് കൊടുത്തപ്പോഴും ഇമേജ് കിട്ടിയത് √8. ഇനി +2 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് √5. അതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. എക്സിന് 3 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 0. അഗെയിൻ 0യും ഒരു റിയൽ നമ്പർ ആണ്. പക്ഷേ എക്സിന് 4 കൊടുത്തപ്പോൾ f(4) കിട്ടിയത് 9 - 16. √9 - 16 അതായത് √7. വീണ്ടും നമുക്ക് റിയൽ നമ്പർ അല്ലാത്തൊരു നമ്പർ കിട്ടി. അതായത് ഈ ഒരു കേസും പോസിബിൾ അല്ല. ഇനി അങ്ങോട്ട് 5 കൊടുത്താലും 6 കൊടുത്താലും ഇതുപോലെ റിയൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് കിട്ടും. അതായത് എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂസ് ആരൊക്കെയാണ്? -3, -1, -3, -2, -1, 0, 1, 2, 3. ഇതാണ് ഡൊമെയിൻ. ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമെയിനിൽ വരുന്നത്. ഇതാണ് ഡൊമെയിനിൽ വരുന്നത്. അതായത് എക്സിന് 0 തൊട്ട് 1, 2, 3 വരെയും 0ക്ക് ചെറിയ -1, -2, -3 സെറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവരെ നമുക്ക് ഇന്റർവെൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ -3 ഉണ്ട്. -3 എന്ന് പറയുമ്പോൾ 0യുടെ ലെഫ്റ്റ് സൈഡിലാണ്. -3 ഉണ്ട്, അതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കാം. അതുപോലെ കോമ 8 തൊട്ടത് +3 ആണ്, അത് റൈറ്റ് സൈഡിൽ എഴുതുക. അപ്പൊ -3, +3 ക്ലോസ്ഡ് ഇന്റർവെൽ -3, 3 ഇതാണ് ഡൊമെയിനിൽ വരുന്നത്. ഇതുപോലെ റേഞ്ച് എഴുതുമ്പോൾ റേഞ്ച് സെറ്റിൽ വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇമേജുകളായിട്ട് വരുന്നത് 0, √5, 0 ഉണ്ട്, √5 ഉണ്ട്, √8 ഉണ്ട്, 3 ഉണ്ട്, വീണ്ടും √8 ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, √5 അതും എഴുതിയിട്ടുണ്ട്, 0 അതും എഴുതിയിട്ടുണ്ട്. 0 തൊട്ട് 3 വരെയുള്ള നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇവരെയും 0യും ഉണ്ട് 3യും ഉണ്ട്. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടാം. അതിൽ ആദ്യത്തെ ആള് 0, ഏറ്റവും വലുത് 3. 0യ്ക്കും 3ക്കും ഇടയിലുള്ള കുറച്ച് നമ്പേഴ്സ് ആണ് ഇമേജ് ആയിട്ട് വരുന്നത്, റേഞ്ച് സെറ്റിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇത്തരം ഫംഗ്ഷനുകളുടെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്.